RDX അത് പള്ളി പെരുന്നാളിന് കിട്ടി. അത് കാണുമ്പോൾ RDX വന്നില്ലെങ്കിലും അതിന് മീലെ പോയിട്ടുണ്ട്. ആ ടിസ്റ്റൊക്കെ അതൊക്കെ തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ സെക്കൻഡ് പാർട്ട് ഉടനെ വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കും. മാസ് ഇടിപ്പടം, അതായത് മമ്മൂട്ടി കമ്പനി ഒന്നും കാണാണ്ട് പടം പിടിക്കില്ലെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ടർബോ കൂടെ. അത് മമ്മൂക്കയുടെ പെർഫോമൻസ് തന്നെ ഇതിൽ എടുത്തു പറയണ്ട. മമ്മൂക്കയുടെ മാത്രമല്ല, ഇതിൽ വില്ലൻ കഥാപാത്രം ചെയ്തേക്കണ രാജ്ബി ഷെട്ടി. പുള്ളിനെ കാണുമ്പോൾ ഒരു വില്ലൻ്റെ ലുക്കില്ലെങ്കിലും പുള്ളി ചെയ്തു വെച്ചിരിക്കുന്ന കാര്യം കിട്ടില്ലെന്ന് തന്നെയാണ്, അതിലൊന്നും പറയില്ല. പിന്നെ ക്ലൈമാക്സ് കൊണ്ടുവന്ന് നിർത്തിക്കുന്നത് അതിൻ്റെ ടിസ്റ്റൊക്കെ വന്നപ്പോൾ ഒരു സെക്കൻഡ് പാർട്ടിൻ്റെ ഒരു എൻട്രി പോലെയാണ്. ആ ടിസ്റ്റൊക്കെ അതൊക്കെ തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ സെക്കൻഡ് പാർട്ട് ഉടനെ വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കും. കാരണം അമ്മാതിരി ഒരു ലെവൽ സാധനം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൽ ഒരു കാർ ചേസിങ് ഉണ്ട്. അത് ഞാൻ അതിൽ BGM ഒക്കെ കയറി വരുമ്പോൾ BGMും ആ കാർ ചേസിങ്ങും കൂടി ആകുമ്പോൾ നമുക്ക് രോമാഞ്ചം കയറും. അമ്മാതിരി ഒരു ലെവൽ സാധനം. എന്തായാലും മസ്റ്റ് തിയേറ്റർ വാച്ചപ്പെടുന്നു പറയാം. കൊള്ളാം. പാർക്ക് ചെയ്യണ സീനുണ്ട്. അതാണ് ഞാൻ പറയാം, കാർ ചേസിങ് മൊത്തത്തിൽ പറയുമ്പോൾ കിടിലം തന്നെ. അതായത് അത് മമ്മൂക്കയ്ക്ക് പിന്നെ കഴിയാത്തൊന്നുമില്ല. പുള്ളി കാറിൽ ഓടിക്കുന്ന കാര്യത്തിലൊരു പുലി തന്നെയാണ്, അതിൽ വേറെ ഒന്നും പറയില്ല. പിന്നെ അതിൽ ആ പെർഫെക്ഷൻ, അത് കറക്റ്റ് പാർക്ക് ചെയ്തേക്കുന്ന രീതിയൊക്കെ ഉണ്ടല്ലോ, കിടിലം തന്നെ. എന്തായാലും കൊള്ളാം. സെക്കൻഡ് പാർട്ട് ഉണ്ടാവും. കാരണം ക്ലൈമാക്സ് കൊണ്ടുവന്ന് നിർത്തിക്കുന്ന ഒരു സെക്കൻഡ് പാർട്ടിൻ്റെ എൻട്രി പോലെയാണ്. കാരണം ഒരു എങ്ങനെ അതിൻ്റെ ടിസ്റ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്തായാലും സെക്കൻഡ് പാർട്ട് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ട്. എന്തായാലും വരുമായിരിക്കും, വരട്ടെ, കാണാം. ഇല്ല ലാഗ് എന്ന് പറയാനില്ല. കാരണം മറ്റേ ഇൻ്റർവെല്ലിലെ പഞ്ച് അതൊരു പോരായ്മ പോലെ എനിക്ക് തോന്നി. അത് ഇൻ്റർവെൽ പഞ്ച് പോരായ്മയിലും ആ ആക്ഷനും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ കൊള്ളാം. ഇൻ്റർവെല്ലിലെ പഞ്ച് എനിക്ക് ഒരു അത്ര സുഖമായിട്ട് തോന്നിയില്ല. പക്ഷേ പഞ്ച് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു സ്ലോ പോയിസും പോലെ അതിൻ്റെ ഗൗരവം കയറി വരുന്നത്. കാരണം ഇനി അടുത്ത സീൻ എന്താവും അങ്ങനെ ഒരു തോന്നൽ തോന്നി. എന്തായാലും കൊള്ളാം. അതൊരു അമ്മ വേഷമാണ്. അതുകൊണ്ട് തന്നെ ഫാമിലിക്കൊക്കെ ധൈര്യമായിട്ട് കയറാം. കാരണം ബിന്ദു പണിക്കർ ആയാലും അതിൽ കോമഡി ആയാലും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും കൊള്ളാം. നായകൻ്റെ എൻട്രി മാത്രമേ നമ്മൾ മമ്മൂക്കേനെ കാണാനേ വന്നേക്കണേ, അല്ലാണ്ട് വില്ലൻ്റെ ഇതൊന്നും കാണാനില്ല. കാരണം വില്ലൻ്റെ ആ ഒരു ലുക്ക് പുള്ളിക്കില്ല. പക്ഷേ പുള്ളി ചെയ്തു വെച്ചിട്ടുള്ള കാര്യം അത് ഓക്കെയാണ്. പക്ഷേ ഒരു ലുക്കില്ലാത്ത കാരണം നമുക്ക് എന്തോ പോലെ തോന്നി. അത്രയാണ് പുള്ളി ഞാൻ ആ പേര് പറഞ്ഞത് വിയറ്റ്നാം ഫൈറ്റ്. അതാണ് ക്ലൈമാക്സിലെ ഫൈറ്റ് വേണ്ടത്. എന്താണ്ടൊക്കെ വാളും വീശൊക്കെ വന്നിട്ടുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് മമ്മൂക്ക എല്ലാവരും അടിച്ച് എടുക്കുന്നുണ്ട്. അതൊക്കെ രസമാണ് കാണാൻ. ബെറ്റർ ആക്കായിരുന്നതല്ല, ചെയ്തു വെച്ചുള്ള കാര്യങ്ങളൊക്കെ ബെറ്റർ തന്നെയാണ്. പക്ഷേ വില്ലൻ്റെ ഒരു ലുക്കില്ല, ആ ഒരു പറയാം. ഹീറോയിൻ മറ്റേ ശബരീഷ് കൊള്ളാം, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതായത് അഭിനയിച്ച എല്ലാവരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതായത് അത് ചെറിയ ആക്ടേഴ്സ് ആയാലും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇതിലൊരു ലാസ്റ്റ് ക്ലൈമാക്സിൽ ഒരു കൊച്ചൊക്കെ ഉണ്ട്. കൊച്ചായാലും ചെയ്തിരിക്കുന്നത് നല്ല രസമായിട്ട് വന്നത്. കോമഡിയൊക്കെ ഉണ്ട്. അതാണ് പറഞ്ഞത്, കോമഡി കാര്യങ്ങൾ ഫാമിലിക്കൊക്കെ കയറാവുന്ന എല്ലാ സംഭവം ഇതിലുണ്ട്. അതായത് ബിന്ദു പണിക്കരായാലും കോമഡി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഷറഫുദ്ദീനെ മറ്റേ ശബരീഷ് ആയാലും എന്തായാലും ചെയ്തിട്ടുണ്ട്. RDX അത് പള്ളി പെരുന്നാളിന് കിട്ടി. അത് കാണുമ്പോൾ RDX വന്നില്ലെങ്കിലും അതിന് മീലെ പോയിട്ടുണ്ട്. കാരണം മമ്മൂക്കയുടെ എന്നിട്ട് മറ്റേ ഈ സാധനം താറ് വെച്ച് ഒരു ഡ്രിഫ്റ്റൊക്കെ ചെയ്യണ ഒരു സംഭവമുണ്ട്. അതൊക്കെ കാണുമ്പോൾ രോമാഞ്ചം കയറിയിട്ടുണ്ട്. ആ RDXൻ്റെ ലെവലല്ല, അതിനേക്കാളും മീതെ കയറിയിട്ടുണ്ട്. എന്തായാലും ഔട്ട് ഓഫ് 5 എത്ര? ഔട്ട് ഓഫ് 5 ഞാൻ 4 കൊടുക്കും. അല്ല 4 അല്ല 5 തന്നെ കൊടുക്കും.